നമസ്കാരം. പക്ഷികളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തേതായ പക്ഷി ഗരുഡനും രണ്ടാമത്തേതായ പക്ഷി രണ്ട് മൈനയുമാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ പക്ഷിയായ ഗരുഡനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മാനസികപരമായ വിഷമതകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് എപ്രകാരം തരണം ചെയ്യണം എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമില്ല എന്നതാണ് വാസ്തവം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. മാനസികപരമായ വിഷമതകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. രോഗദുരിതങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ആഗ്രഹിച്ചതായ സ്ഥലത്തേക്കുള്ള യാത്രകൾ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്നതായ ഈ കാര്യങ്ങൾ നടന്ന് കിട്ടുന്നതായ ഒരു സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സ്വർഗതുല്യമായ ജീവിതം തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. അപ്രതീക്ഷിതമായ ഉയർച്ചയാണ് വന്നു ചേരുക. വിദ്യയുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് വിദ്യയിൽ ഉയരുക, വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ജോലി, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ഉയർച്ച പ്രകടമാകുന്നതായ കാലമാണ് വന്നു ചേരുക. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രകടമാകുന്നതാണ്. പുതുതായി വന്നു ചേരുന്നതായ ഇത്തരം അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ജീവിത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ, ജീവിതത്തിൽ എപ്രകാരം നേട്ടങ്ങൾ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും, ഇതേക്കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അത് നിങ്ങളെ പല കാര്യങ്ങളിലും തുണയ്ക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. 15 ദിവസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ അല്ലെങ്കിൽ അനുകൂലമായ ചില വാർത്തകൾ, ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം ആരോഗ്യപരമായ ചില ഉയർച്ച, ആരോഗ്യപരമായ നേട്ടങ്ങൾ, ആരോഗ്യം വീണ്ടെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അല്പം പുരോഗതിയാണ് എങ്കിലും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. സന്തോഷം ആഗ്രഹിക്കുന്നതായ വ്യക്തികൾക്ക് സന്തോഷകരമായ അല്ലെങ്കിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നതായ നിരവധിയാർന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പങ്കാളിയുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബന്ധുക്കൾ തന്നെ ചില കാര്യങ്ങളിൽ പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. പല കാര്യങ്ങളിലും നിങ്ങൾ നേരിട്ടിരുന്നതായ തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും.
ഈശ്വരാധീനം കുറയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ തന്നെ നടക്കേണ്ടതായ കാര്യങ്ങൾ നടക്കേണ്ടതായ സമയത്ത് കൃത്യമായി തന്നെ തടസ്സങ്ങൾ കൂടാതെ നടക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ തീർച്ചയായും ഇഷ്ടദേവത പ്രീതി അഥവാ ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങളും അനുകൂലമായ ഫലങ്ങളും കടന്ന് വരുന്നതായ സമയമാക്കുന്നു. പുതിയ അവസരങ്ങൾ വന്നു ചേരാം. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ പക്ഷിയായ രണ്ടുപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അപ്രതീക്ഷിതമായ അത്ഭുതകരമായ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കളങ്കമില്ലാത്തതായ മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് പലരും തിരിച്ചറിയാറില്ല എന്നതും വാസ്തവമാണ്. ഈ സമയം ചില സൽപ്രവർത്തികൾ മറ്റുള്ളവർക്ക് അനിവാര്യമായ ചില കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളോ മറ്റംഗങ്ങളോ ബന്ധുക്കളോ അത്തരം വ്യക്തികളോ ആകാം. അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങൾ ചെയ്ത് നൽകേണ്ടതായി വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത ഈ സമയങ്ങളിൽ അല്പം കൂടുതലാകുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സഹായിച്ച പല വ്യക്തികളും തിരികെ സഹായിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. എന്നാൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന മുൻകൂട്ടി ചിന്തിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ പരാധീനതകൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു. അത്തരം ചില കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ ഈ സമയം മറ്റു വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ മനസ്സറിഞ്ഞു തന്നെ സഹായങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും അഥവാ ആത്മാർത്ഥമായി കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പ്രാർത്ഥന കേൾക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ദിവസവും അതിനാൽ തന്നെ പ്രാർത്ഥിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ എല്ലാ കാര്യങ്ങളും എന്ന് പരാമർശിക്കുവാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ഗുരുക്കളുമായി ബന്ധപ്പെട്ടോ ആകാം. പങ്കാളിയുമായി ബന്ധപ്പെട്ടും ഇത്തരം പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് പോലും സാധ്യത കൂടുതലാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിക്കുന്നതിനാൽ പല ആപത് ഘട്ടങ്ങളെയും ഫലപ്രദമായി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപകട സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് നടക്കുന്നതാണ്. പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല മാറ്റങ്ങളുമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഈ സമയം മാനസികപരമായ വിഷമതകൾ തരണം ചെയ്യുവാനും മനോദുഃഖങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും സാധ്യത കൂടുതലാകുന്നു. താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ
അല്പം പ്രതീക്ഷിക്കാവുന്നതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയും അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ആത്മാർത്ഥതയോടെ തന്നെ ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക.